ശ്രീരാമൻ്റെ സെക്ഷൻ വരുമ്പോഴാണ് കുംഭകർണനും രാവണനും പറഞ്ഞു വന്ന് സിനിമാറ്റിക് യൂണിവേഴ്സ്. ഞാൻ അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. നമസ്കാരം. അപ്പം ഒരു സിനിമ ഇപ്പോൾ ഭയങ്കര സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലൊന്നും ഒരുപാട് തിയേറ്ററുകളിലില്ല. തമിഴ്നാട്ടിൽ ഞാനിപ്പം കേരള തമിഴ്നാട് ബോർഡറിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോയി കാണാമെന്ന് വെച്ചാൽ അവിടെയും സിനിമയില്ല. കേരളത്തിൽ വന്ന് കാണാമെന്ന് വെച്ചാൽ കേരളത്തിൽ എൻ്റെ അടുത്തും സിനിമയില്ല. ഇത് നോർത്തിലൊക്കെയാണ് സെൻസേഷൻ ആയിട്ടുള്ളത്. മഹാ അവതാർ നരസിംഹം, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് നരസിംഹം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അവരിപ്പോൾ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ പുതിയൊരു യൂണിവേഴ്സ്, ഓൾ ഇന്ത്യ ലെവലിൽ സെൻസേഷൻ ആവാൻ പോകുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് തുടങ്ങാൻ പോകുന്നത്. അതൊരു കേട്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെൻറ്റ്. കാരണം അടുത്തൊരു 10 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ ഒരു 12 കൊല്ലത്തേക്ക് നമുക്ക് കാത്തിരിക്കാൻ, അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കാൻ പറ്റിയ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് തുടങ്ങാൻ പോകുക. ഇപ്പോൾ മാർവലൊക്കെ പോലെ അതിൻ്റെ ബേസിക് തീം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ആ 10 അവതാരങ്ങളാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, പരശുരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ബലരാമൻ, കൽക്കി, ഇതൊക്കെയാണ്. അപ്പം എന്തായാലും ഈ വർഷം ഇപ്പോൾ 2025 ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നരസിംഹമാണ്. അടുത്തത് പരശുരാമനാണ് ഇറങ്ങാൻ പോകുന്നത്. പരശുരാമൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീരാമൻ വരും, ശ്രീകൃഷ്ണൻ വരും, കൽക്കി ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് വരും. അപ്പോൾ ഏകദേശം 2037 വരെ എങ്ങാണ്ടാണ് ഇതിൻ്റെ ഒരു വർഷം. ഒരു 2 വർഷം കൂടുമ്പോഴനുസരിച്ച് ഈ ഒരു യൂണിവേഴ്സിൽ ഓരോ സിനിമകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കും. ഇതൊരു യൂണിവേഴ്സാക്കി, ഒരു കോമിക് യൂണിവേഴ്സാക്കി ഇറക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ 10 അവതാരങ്ങൾ. ഈ അവതാരങ്ങൾ ആർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്നോ അല്ലെങ്കിൽ ഇത് എന്തിനെടുത്തെന്നോ ഒക്കെ വളരെ ചുരുക്കം ആൾക്കാർക്കേ അറിയത്തുള്ളൂ. എനിക്ക് നല്ലപോലെ അത് അറിയാം. ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് മാത്രമേ ഇത് എന്തുകൊണ്ടെടുത്ത് എങ്ങനെ വന്നു എന്ന് അറിയത്തുള്ളൂ. ഇപ്പം സംഭവം ശാപമാണ്. പണ്ടൊക്കെ ഈ പുരാണങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഈ പുരാണങ്ങളിൽ അടിസ്ഥാനമായി മെയിനായിട്ട് കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശാപങ്ങളാണ്. ശാപം ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. ഇനിയിപ്പം മഹാഭാരതം എടുത്തോ രാമായണം എടുത്തോ നമ്മൾ ഈ പുരാണപരമായിട്ടുള്ള 18 പുരാണങ്ങളെടുത്തോ എല്ലാം ശാപമാണ് കളിക്കുന്നത്. അപ്പോൾ ഇതും ഒരു ശാപമായിരുന്നു. ഭൃഗു മഹർഷി എന്ന് പറയുന്ന ഒരു പുള്ളി മഹാവിഷ്ണുവിനെ ശപിച്ചതാണ് ഈ 10 അവതാരങ്ങൾ എടുക്കാൻ മെയിനായിട്ടുള്ള കാരണം. പിന്നെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ചുരുക്കി ഞാൻ പറഞ്ഞുതരാം, അത് ജസ്റ്റ് ഒന്ന് കേൾക്കുക. അതായത് നമ്മുടെ ഹിന്ദു എന്ന് പറയുന്നത് ഒരു മതമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഹിന്ദു എന്ന സംസ്കാരത്തിനകത്ത് പുരാണങ്ങൾ വഴി നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ടിരിക്കുന്ന 3 ഗോഡ് സങ്കല്പങ്ങൾ, ദൈവ സങ്കല്പങ്ങളാണ് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്. അപ്പം ബ്രഹ്മാവാണ് ഇതിനകത്ത് എല്ലാം സൃഷ്ടിച്ചതെന്നാണ് ഈ മതത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഈ മതം എന്നല്ല, ഈ ഒരു സംസ്കാരത്തിൽ പറയുന്നത്. ശിവൻ സംഹാരമൂർത്തിയാണ്, എല്ലാം നശിപ്പിക്കുന്ന ഒരു ദേവനായിട്ടാണ് കാണുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞ സ്ഥിതി, പുള്ളിയാണ് എല്ലാത്തിൻ്റെ അതായത് ഒരു കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നോക്കി കണ്ട് ചെയ്ത് എല്ലാം പക്കയായിട്ട് വെക്കുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അതിനൊരു പരിഹാരം കാണുക, പിന്നെ എന്തെങ്കിലും പ്രശ്നം നടക്കാൻ പോവുകയാണെങ്കിൽ അത് നോക്കിക്കണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, പലരെ രക്ഷിക്കുക, ഇതെല്ലാം പരിപാടി ചെയ്യുന്ന വിഷ്ണുവാണ്. അപ്പം ഈ ബ്രഹ്മാവ് എന്ന് പറയുന്ന ആൾ ചുമ്മാ വരങ്ങളൊക്കെ കൊടുത്തേക്കും. അപ്പോൾ ഒരു ദിവസം ഈ ബ്രഹ്മാവിൻ്റെ സദസ്സിൽ നിന്ന് കുറച്ച് ആൾക്കാർ മഹാവിഷ്ണുവിൻ്റെ സദസ്സിലേക്ക് വരുവാണ്. അപ്പോൾ അവിടെ ചെറിയ കശപശകളൊക്കെ നടന്നിട്ട് അവിടെ ഒരു ശാപം വരുവാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ സദസ്സിലുള്ള ഒരു 2 പേർക്കാണ് ശാപം കിട്ടുന്നത്. നിങ്ങൾ അടുത്ത 3 ജന്മത്തിൽ അസുരന്മാരായിട്ട് ജനിക്കും. ആ അസുരന്മാരായിട്ട് ജനിക്കുന്ന ആളുകളെ നിങ്ങളുടെ മെയിൻ ആളായിട്ടുള്ള മഹാവിഷ്ണു തന്നെ അവതാരങ്ങളെടുത്ത് വധിക്കുകയും എന്ന് ചെയ്യുന്ന ഒരു ശാപം വന്നു. അങ്ങനെയാണ് ആദ്യത്തെ അവതാരം എടുക്കാൻ മത്സ്യം, കൂർമ്മം, വരാഹം അങ്ങനെയൊക്കെ വരുന്നത്. ഹിരണ്യകശിപു അതൊരു സെക്ഷനായിരുന്നു. പിന്നെ അതിനുശേഷം മത്സ്യം, കൂർമ്മം ഈ 2 അവതാരങ്ങൾ എടുത്ത സമയത്തുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ശ്രീരാമൻ്റെ സെക്ഷൻ വരുമ്പോഴാണ് കുംഭകർണനും രാവണനും. ഈ 2 ചേട്ടനും അനിയനുമാണ് കുംഭകർണൻ, രാവണൻ. അപ്പോൾ ഇദ്ദേഹത്തെ വധിക്കാനായിട്ടാണ് ശ്രീരാമൻ ജനിക്കുന്നത്. അങ്ങനെ പരശുരാമൻ്റെ സെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഹിരണ്യാക്ഷൻ കഴിഞ്ഞ് ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു അസുരനുണ്ട്, ഹിരണ്യകശിപു. അപ്പം ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മഹാവതാർ നരസിംഹമൂർത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഹിരണ്യകശിപുവിൻ്റെ ഒരു സെക്ഷനാണ്. ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും
രണ്ട് സഹോദരങ്ങളായിരുന്നു. അപ്പോൾ ഹിരണ്യാക്ഷനെ വധിക്കുന്നത് വരാഹം എന്ന് പറയുന്ന അവതാരത്തിലായിരുന്നു. അപ്പോൾ സഹോദരനായിട്ടുള്ള ഹിരണ്യകശിപു ബ്രഹ്മാവിൻ്റെ അടുത്ത് വീണ്ടും പോയി ചോദിക്കുവാണ്, ഒരു തപസ് ചെയ്ത് വരം ചോദിക്കുവാണ്. എന്താ വരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വ്യക്തമായിട്ട് കേൾക്കുക. അതായത് ഇദ്ദേഹത്തെ മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല, ദേവനോ അസുരനോ കൊല്ലാൻ പാടില്ല, ആയുധം കൊണ്ട് കൊല്ലാൻ പാടില്ല, അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ കൊല്ലാൻ പാടില്ല, പകലോ രാത്രിയോ കൊല്ലാൻ പാടില്ല, മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല. അതാദ്യം പറഞ്ഞാണ്. അങ്ങനെ കുറച്ച് പരിപാടിയിൽ ഒരു വരം വാങ്ങിച്ചു. ബ്രഹ്മാവ് അത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ കൊല്ലണം? ഈ അസുരൻ എന്നിട്ട് വന്ന് ഹിരണ്യകശിപു എന്ന് പറയുന്ന ഈ അസുരൻ വിളയാടുവാണ് പൂണ്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു മകനൊക്കെ ഉണ്ടായത് പ്രഹ്ലാദൻ. ആ സിനിമയ്ക്കകത്ത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ട്രെയിലർ കണ്ടായിരുന്നു. എവിടെ പോയി കാണാനാണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ OTT വന്നാലെങ്ങനെ എനിക്ക് റിവ്യൂ ഇടാൻ പറ്റും. അപ്പം പറഞ്ഞു വന്നത്, മഹാവിഷ്ണു നരസിംഹ അവതാരം എടുത്തു. അദ്ദേഹത്തെ ഒരു അകത്തും പുറത്തും ഇല്ലാതെ കട്ടിളപ്പടിയിലിരുന്ന് ആകാശത്തും ഭൂമിയിലും വെക്കാതെ മടിയിൽ വെച്ച് ആയുധങ്ങളില്ലാതെ നഖം വെച്ച് മനുഷ്യനോ മൃഗമോ അല്ലാത്ത രണ്ടും കൂടെ ചേർന്ന രൂപമായ നരസിംഹ രൂപം എടുത്ത് ആലോചിക്കണം. രാമായണം അല്ലെങ്കിൽ ഈ പുരാണം എഴുതി ഏത് കാലഘട്ടത്തിലാണ് അന്നൊക്കെ ഓരോ ആൾക്കാരുടെ ചിന്ത കണ്ടോ? 10 അവതാരങ്ങളിൽ ഒരു സാമ്യതയില്ല, എല്ലാം അന്യായ സാധനങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെ എഴുതി വെച്ചു? ഒരു വിശ്വാസത്തിനോ മതത്തിനോ അപ്പുറം ഇതൊക്കെ എഴുതി വെച്ച ആളെ ആ ഒരു സൃഷ്ടിയാണ് സമ്മതിക്കുന്നത്. ഇത് ഒരു അതായത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ മഹാവതാരം. ഇപ്പം തിയേറ്ററുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ടാണ് ആൾക്കാർ തിയേറ്ററിൽ കയറുന്നത്. ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ട് ചെരുപ്പൊക്കെ ഊരി തിയേറ്ററിൽ കയറി ഭയങ്കര ഭക്തിപൂർവ്വം. ഇപ്പം നോർത്തിലോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് അവരുടെ മെയിൻ സംഭവം. അപ്പോൾ ശ്രീരാമൻ, കൃഷ്ണൻ, ഇതൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ അവർ ആരാധിക്കുന്നത് മഹാവിഷ്ണു സങ്കല്പങ്ങളെയാണ്. നമ്മുടെ സൗത്തിലോട്ട് വരുമ്പോഴാണ് ശിവനെ കൂടുതൽ ആരാധിക്കുന്ന ആൾക്കാരുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ ഇത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരത്തെ വിട്ട് നമ്മൾ ഇപ്പോൾ ഈ 10 അവതാരങ്ങളെ വെച്ച് തന്നെ പലരും പരിണാമത്തിൻ്റെ കൺസെപ്റ്റുകൾ, പരിണാമ ചിന്തയിൽ അതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓരോ ക്യാരക്ടറിനെ എടുത്ത് വെച്ച് പരിണാമത്തുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ദശാവതാര സിനിമയ്ക്കകത്തുള്ള ഓരോ ക്യാരക്ടറിനെ നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരമായിട്ട് കമ്പയർ ചെയ്തൊക്കെ വീഡിയോ ആൾക്കാർ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ എനിക്കും അറിയാം, ഞാൻ വേണേൽ ഇടാൻ പിന്നെ ഒരു ചെയ്യാം. അപ്പം ഇതിപ്പം പറഞ്ഞു വന്ന് സിനിമാറ്റിക് യൂണിവേഴ്സ്, ഞാൻ അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞാൽ രാമായണം പോലും ഒരു പക്കയായിട്ട് എടുക്കുവാണെങ്കിൽ, ഒരു കിട്ടില്ല ഡയറക്ടറിൻ്റെ കയ്യിൽ അന്യായമായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു തീ ഐറ്റം എടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. കാരണം എനിക്ക് രാമായണം ഞാൻ അരച്ച് കലക്കി കുടിച്ച് വെച്ചേക്കുന്നതാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ് രാമായണം കിടിലമാണ്. രാമായണം തന്നെ ഒരു മാസ് പരിവേഷമൊക്കെ കൊടുത്ത് പക്കയായിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഈ 10 അവതാരം ഒരു സിനിമയാക്കാൻ പോകണം. 10 അവതാരത്തിൻ്റെ സിനിമയാക്കാൻ പോകുമ്പോൾ സിനിമാറ്റിക് മോഷൻ ക്യാപ്ചർ പടമാണ് കേട്ടോ. അതായത് മോഷൻ ക്യാപ്ചർ, ഫോട്ടോ റിയലിസ്റ്റിക് മോഷൻ ക്യാപ്ചർ ചിത്രമാണ്, അനിമേഷൻ രൂപത്തിലുള്ള. അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇത് സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കും, തിയേറ്ററിൽ സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പടം ഞാൻ ഇറങ്ങുമ്പോൾ റിവ്യൂ ഇടാം. അപ്പം ഞാൻ കുറച്ചും കൂടെ ദശാവതാരത്തെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് ഞാൻ ഇടുന്നതാണ്. ഈ സിനിമ നിങ്ങൾക്ക് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഇടണേ, ഒരു സബ്സ്ക്രൈബും ചെയ്തേക്ക്.